ഹലോ ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കടലക്കറി, സ്പെഷ്യൽ കടലക്കറിയാണ് കേട്ടോ. നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാകും, മുഴുവൻ നിങ്ങൾ ഇത് മൊത്തത്തിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്പെഷ്യൽ കടലക്കറി എങ്ങനെയാണെന്ന്. ഇതിന് ഞാനിവിടെ വേവിച്ച കടല എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയതാണ് കേട്ടോ. മീൻസ് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ പാനിലേക്ക് ഇട്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇത് ഇത്രയും ഒരുമിച്ചിട്ട് വഴറ്റി വെച്ചേക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് വഴറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് ഇരിക്കുകയാണ്, വാടിയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പൊടികളെന്ന് പറയുമ്പോഴത്തേനും എടുക്കുന്നത് മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ. കടലക്കറിക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ മസാല, ഇത് കടല മസാല, കടലയുടെ മസാലയാണ് ഞാൻ 1.5 ടീസ്പൂണോളം നിറച്ചാണ് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച്, അതുപോലെ 1/2 ടീസ്പൂൺ, അങ്ങനെ 1.5 ടീസ്പൂൺ മസാല ഞാൻ ചേർത്തു. കൂടാതെ എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തു. ഇത് നമുക്കിനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ദേ ഞാൻ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പച്ചമുളക്, അതുപോലെ ഉള്ളി എല്ലാം നന്നായിട്ട് വാടി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കാണ് എടുക്കുന്നത്. നമുക്ക് അമ്മിക്കല്ലിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് ഇട്ടേക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ, പ്രത്യേകം പറയാം, വെള്ളം ചേർക്കാതെ നമുക്ക് ഇതെല്ലാം കൂടെ അരയ്ക്കണം. അരയ്ക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് കേട്ടോ. വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ തക്കാളി കൂടി ചേർക്കാം. പക്ഷേ ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടാൻ തക്കാളി ചേർക്കണ്ട. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ കടല, ഒരു 1/4 കപ്പ് കടലയോളം ഞാൻ എടുത്തിട്ട് 2 തവണയായിട്ട് കേട്ടോ. ഇത് വേവിച്ച് വെച്ച കടലയിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് കടല നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അതും വെള്ളം ചേർക്കാതെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബാക്കി കടല കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് കിറ്റിൽ കിട്ടിയ കടലയാണ് കേട്ടോ. അപ്പം വേവാൻ താമസമുള്ളവർ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊരു ടിപ്സാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയതാണ്. നമ്മൾ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് ഉപ്പിടാതെ നമുക്ക് ലേശം ഉപ്പ് ഒട്ടും ഇടാതെ എന്നല്ല, ലേശം ഉപ്പിട്ട് നമുക്ക് കടല വേവിച്ചെടുക്കാം. ഇനി ഞാൻ കടല വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നാണ്ട് അത് മിക്സ് ചെയ്തത്, നമ്മുടെ കടലയും കടല പൊടിച്ചതും മസാലയും കൂടെ പൊടിച്ചത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കടല ഇട്ടു. അതിലേക്ക് ഇതേ കടല വേവിച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം കടല വേവിച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കടല വേവിച്ചപ്പം വളരെ കുറച്ച് മാത്രമാണ് ഉപ്പിട്ടിരുന്നത്. ഇപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കാം. ഇപ്പം നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മൾ തേങ്ങ അരച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും, നമുക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ കടല അരച്ച് ചേർക്കാറുണ്ട്. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, പിന്നീട് അങ്ങ് കുറുകി വരാതിരിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് തിളച്ചു. നമുക്കിനി കടുക് താളിക്കാനായിട്ട് വെക്കാം. കടുക് താളിക്കാൻ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് നമുക്ക് ഇതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ജീരകം അല്ലെങ്കിൽ കടുകും ജീരകവും കൂടെ പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ആ ഒരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട്, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കടുക് താളിച്ചത് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മുളകൊന്ന് മൂത്ത് വരണം. മുളക് ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ടൈം ഒരു ചെറിയൊരു രുചി, നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വേറെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടലക്കറി വെക്കുമ്പോഴും സാമ്പാർ വെക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്കാണ് ഞാൻ കടുക് താളിച്ചതിട്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കടലക്കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഹോട്ടൽ സ്റ്റൈലിലുള്ള ഈ കടലക്കറി. അപ്പോൾ നല്ലൊരു ഡിഷുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.